ഇതിപ്പോ ഞാൻ എവിടെയും പറയാത്തൊരു കാര്യങ്ങളോട് പറയാം. അതായത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, അത് ഇന്റർനാഷണൽ യാത്ര എന്ന് പറയുന്നത് സിംഗപ്പൂരിലേക്കാണ്. നമ്മുടേത് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കണം. അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അത് വല്ലാത്തൊരു ഫീലാണ്. മാഷാ അല്ലാഹ്, അത് അല്ലാഹു എന്നും നിലനിർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം. മെൽ ടോക്സിലേക്ക് ഇന്ന് പുതിയ ഒരു അതിഥിയാണ് കടന്നു വന്നിട്ടുള്ളത്. നമുക്കൊക്കെ സുപരിചിതനായിട്ടുള്ള നാസിഫ് കാലിക്കറ്റ്. ഒരുപാട് പാട്ടുകളൊക്കെ പാടി നമുക്കൊക്കെ വളരെ സുപരിചിതനാണ്. മാഷാ അല്ലാഹ്. നാസിഫിൻ്റെ വീട് എവിടെയാണ്? കാലിക്കറ്റ് എന്നുള്ള പേരിലാണ് പേരിനൊപ്പം എപ്പോഴും അറിയുന്നത്. എൻ്റെ വീട് ശരിക്കും കാലിക്കറ്റ് ബീച്ചിൻ്റെ അടുത്ത് വലിയ ഖബർസ്ഥാനുള്ളൊരു പള്ളിയുണ്ട്, കണ്ണമ്പറമ്പ് പള്ളി എന്നറിയും. നമ്മളെ നിപ്പയുടെ സമയത്തും കൊറോണയുടെ സമയത്തൊക്കെ ഒരുപാട് മയ്യത്തുകൾ മറമാടിയ ഒരു ഖബർസ്ഥാൻ കൂടിയാണത്. ഒരുപാട് വലിയ പ്രത്യേകതകളുള്ള പള്ളിയാണല്ലേ. അവിടെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ മരിച്ച ആളുകളൊക്കെ അതെ അനാഥ മയ്യത്തുകളൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഉസ്താദ് എങ്ങനെയാണ് ഈ പാട്ടിൻ്റെ മേഖലയിൽ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉസ്താദ് ഞങ്ങളെപ്പോലെ ദർസ് പഠിച്ചു വന്ന ഒരാളൊന്നുമല്ല. എന്നാലും ഉസ്താദിന്റെ ലൈഫിൽ അതിന്റെ ഒരു ടച്ച് ഇങ്ങനെ വല്ലാതെ ഫീൽ ചെയ്യുന്നു. ഞാൻ ചെറുപ്പം മുതലേ ഈ മദ്ഹിന്റെ മേഖലയിലായതുകൊണ്ട് ഉസ്താദുമാരായിട്ടാണ് കൂടുതലും കണക്ഷൻസ് ഉണ്ടായിരുന്നു. ഫാദിലി ഉസ്താദ്, സ്വാദിഖ് ഫാദിലി ഉസ്താദിന്റെ കൂടെയായിരുന്നു ഞാൻ ചെറുപ്പകാലം മുതലേ. അപ്പോൾ ഉസ്താദിന്റെ ഓരം പറ്റിയാണ് ഞാൻ വളർന്നു വന്നത്. ഇപ്പോഴും അമാനി ഉസ്താദിനെ പോലത്തെ, ത്വാഹത്തങ്ങളെ പോലത്തെ നമ്മൾ ഉസ്താദുമാരുടെ കൂടെയാണ് അധികം പരിപാടിയൊക്കെ ഉണ്ടാകുക. ദർസായിട്ട് അങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, ദർസിന് ഞാൻ പോയിട്ടില്ല. ഞാൻ മദ്രസ +1 വരെ പഠിച്ചതാണ്. പക്ഷെ നമ്മൾ ഖിറാഅത്തും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കൂടി നിസ്കരിച്ചു ഖിറാഅത്തും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആണല്ലോ ജീവിതം കാര്യങ്ങളൊക്കെ. അതൊക്കെ മദ്രസയിൽ നിന്ന് കിട്ടിയ പഠനമാണ്. വലിയ സ്വാധീനമാണല്ലേ. ശരിക്ക് സാധാരണ ഒരാൾക്ക് മദ്രസ ഫോക്കസ് ചെയ്താൽ തന്നെ കറക്റ്റ് അവൻ്റെ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളതിന് വലിയ തെളിവാണ്. പ്ലസ് അത് നമ്മൾ അതിലൂടെ തന്നെ തുടർന്ന് ഒരു ടച്ച് വിടാണ്ട് പോകുക എന്നുള്ളത് കൂടിയായിരിക്കും അത് നിലനിൽക്കാൻ കാരണം തോന്നുന്നു. ഒരുപാട് ആൾക്ക് വലിയ ഇൻസ്പിറേഷനാണ് നാസിഫ് കാലിക്കറ്റ്. പാട്ട് മേഖല, മദഹ് സോങ് മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. ഒരുപാട് വേദികളിൽ നമ്മൾ കാണാറുണ്ട്. എങ്ങനെയാണ് ഈ മദഹിൻ്റെ പാട്ടിൻ്റെ ഈ ഒരു മേഖലയിലേക്ക് നാസിഫ് കടന്നു വന്നത്? എങ്ങനെയാണ് പാട്ടിൻ്റെ മേഖലയിലേക്ക് കടന്നു വന്നത്? നമ്മുടെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ കഴിവ് തിരിച്ചറിഞ്ഞ നബിദിനത്തിന് ആദ്യം പാടി തുടങ്ങി. പിന്നെ നമ്മുടെ SSFന്റെ സാഹിത്യോത്സവയിലൂടെയാണ് ഞാൻ കൂടുതൽ ആളുകൾ എന്നെ അറിഞ്ഞത്. അങ്ങനെ മദഹിൻ്റെ വേദികളിലേക്ക് എത്തുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത് മദഹ് സോങ്ങുകളാണല്ലോ? അതെ, മദഹ് ഗാനങ്ങൾ തന്നെയാണ് കൂടുതലും ഞാനിപ്പോൾ. മദഹ് ഫോക്കസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഒരുപാട് പാട്ടുകൾ ഉണ്ടല്ലോ, എന്നാലും മദഹ് റസൂലുള്ളാഹിനോട് കണക്ട് ചെയ്ത്. അപ്പോൾ ഇത് ഫോക്കസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? മദഹ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എപ്പോഴും നമ്മൾ ത്വാഹത്തങ്ങൾ വേദികളിൽ പറയാറുണ്ട്, നമ്മൾ പാടൽ കൊണ്ടും കേൾക്കൽ കൊണ്ടും നമുക്ക് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഫലം കിട്ടുന്ന, നമ്മുടെ സമയം ഒരിക്കലും പാഴായി പോകാത്ത രീതിയിൽ ആഖിറത്തിലേക്ക് കൂടി നമുക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന രീതിയിലൊരു സംഭവമാണ് ശരിക്കും മദ്ഹ്. അതിലുപരി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മദ്ഹിൻ്റെ ഫീൽഡിൽ നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ, ഇപ്പം ഞാൻ സാറെ പരിചയപ്പെടുന്നു, അങ്ങനെ ധാരാളം നല്ല ബന്ധങ്ങൾ കിട്ടും, നല്ല സ്നേഹബന്ധങ്ങൾ. ഇന്ന് എല്ലാ മേഖലയിലും ഒരുപാട് വഞ്ചനകളും ചതികളും ഒക്കെ എന്താ പറയുക ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആത്മാർത്ഥമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ധാരാളം സ്നേഹബന്ധങ്ങളാണ് ശരിക്കും നമ്മളെ ഈ ഒരു ഫീൽഡിൽ നമ്മളെ വളർച്ചയ്ക്ക് കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മദഹ് വേദികളിൽ വിദേശത്തും സ്വദേശത്തും ഒക്കെ, വിദേശത്ത് പോകാറുണ്ടോ നാസിഫ്? സാധാരണ എങ്ങനെയാണ് അവിടുത്തെ പരിപാടി ഷെഡ്യൂളുകളൊക്കെ വരാറ്? പോയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഒമാനിൽ പരിപാടിക്ക് പോയിട്ടുണ്ട്.
പൊതുവിൽ ഫസ്റ്റ് കഴിഞ്ഞ വർഷമാണോ പോകുന്നത്? അതിൻ്റെ മുമ്പ് വർഷങ്ങളിൽ വിദേശത്ത് ഞാൻ ആദ്യമായിട്ട് ഓർമ്മ ശരിയാണെങ്കിൽ 2016-19 ഞാൻ നമ്മളെ സ്വാദിഖ് ഫാദിൽ ഉസ്താദിൻ്റെ കൂടെ ആദ്യ ഇന്റർനാഷണൽ യാത്ര എന്ന് പറയുന്നത് സിംഗപ്പൂരിലേക്കാണ്. പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടത് ഉസ്താദിൻ്റെ കൂടെ തന്നെ ആദ്യ ഇന്റർനാഷണൽ യാത്ര അങ്ങനെയാണ്. ശേഷം ഇങ്ങനെ പരിപാടിക്ക് UAE-യിലും ഉസ്താദിൻ്റെ കൂടെ തന്നെ പോയിട്ടുണ്ട്, അല്ലാതെയും പോയിട്ടുണ്ട്. ഈ ഒരുപാട് ബന്ധങ്ങൾക്കിടയിൽ ഇപ്പോൾ കേരളത്തിനകത്തും പുറത്തും മദ്ഹ് സോങ്ങുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നാസിഫ് എന്തെങ്കിലും റസൂലുള്ളാഹിൻ്റെ ആയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് സദസ്സുകൾ നിരന്തരം ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഈ ഫീൽഡിൽ? എങ്ങനെയാണ് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ? അതായത് ഇപ്പോൾ മദ്ഹ് കേട്ടിട്ട് ചില യുവാക്കളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഒക്കെ ജീവിതം മാറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ആർക്ക് എപ്പോൾ എങ്ങനെയാണ് ഹിദായത്തിൻ്റെ വെളിച്ചം കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ പ്രത്യേകിച്ച് ത്വാഹതങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും റിലേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും? എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയത് ശരിക്ക് ഒരുപാട് രംഗങ്ങളുണ്ട്. എന്നാൽ പോലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നിമിഷമായിരുന്നു. ഞാൻ മദീനത്ത് പോകുന്നതിന് മുന്നേ അമാൻ ഉസ്താദിൻ്റെ കൂടെ UAE-യിൽ പരിപാടിക്ക് പോയിരുന്നു. ആ സമയത്ത് അമാൻ ഉസ്താദ് നമുക്കൊക്കെ അറിയാം ഭയങ്കര ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് ശരിക്കും ഞങ്ങൾ പോകുന്നത്. അതായത് വീക്ക്ലി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. ആ സമയത്ത് പരിപാടിക്ക് പോവുകയും പരിപാടി കഴിഞ്ഞ് വളരെ ലേറ്റായിട്ടാണ് ഉസ്താദ് നമ്മളൊക്കെ റൂമിലേക്ക് എത്തുക. എങ്കിൽ പോലും ഡയാലിസിസ് ചെയ്തു കഴിഞ്ഞ ഒരു ദിവസമാണെങ്കിൽ കൂടി ഉസ്താദ് വളരെ നേരത്തെ എഴുന്നേറ്റ് സുബഹിക്ക് മുന്നേ തന്നെ എഴുന്നേൽക്കുകയും സുബഹി നിസ്കരിക്കാനൊക്കെ നമ്മളൊക്കെ വിളിക്കുകയും ശേഷം നമ്മളൊക്കെ റെസ്റ്റ് ചെയ്യാൻ പോയാലും ഉസ്താദ് ഖുർആനിരുന്ന് ഓതുന്നൊരു വല്ലാത്തൊരു എൻ്റെ ജീവിതത്തിൽ അതങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൂടി എനിക്ക് എന്താ പറയുക, നമ്മൾ ഓരോ ഉസ്താദുമാരുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് അവരിലൂടെ അനുഭവിക്കുന്ന പ്രാക്ടിക്കലായി തന്നെ നമുക്ക് മുന്നിൽ കാണുന്ന കുറേ അനുഭവങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് പലരും കാണിക്കാനും ഷോക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം നമുക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഓരോരുത്തരുടെ ലൈഫും കാര്യങ്ങളും. പിന്നെ കമ്പാരിസൺ നടത്താൻ വേണ്ടി പറയല്ല, അമാൻ ഉസ്താദിനെ പോലുള്ള ആളുകൾ നമുക്കൊക്കെ വലിയ മാതൃകകളാണ്. ഉസ്താദിൻ്റെ ഒരു പിന്നെ രോഗബാധിതനായ സമയത്ത് ഉസ്താദ് എപ്പോഴും പറയും വെറുതെയാണ് എന്നെ ശരിക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളത്. ഉസ്താദ് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു തിരിച്ചുവരവ്. അല്ലാഹു ഉസ്താദിനെ ആഫിയത്ത് നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ. ഈ പിന്നെ നാസിഫ്, നമ്മൾ ഈ പാട്ടിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം, ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള വളർന്നു വരുന്ന സിംഗേഴ്സിന്, ഗായകന്മാർക്ക് ഇതിൽ സാധ്യതകളുണ്ടോ? എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഫീൽഡ്? ഞാൻ ടോട്ടലിയാണ് ചോദിക്കുന്നത്. ടോട്ടലി പറയാം, മദ്ഹ് മേഖലയിൽ എങ്ങനെയാണ് ഇതിൻ്റെ സാധ്യതകൾ പറയാം. കാരണം ഒരുപാട് കോളേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, പള്ളി ദർസുകളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ശരിക്ക് ഒരു 30 സെക്കൻഡുള്ള 1 മിനിറ്റുള്ള റീൽസുകൾ പാടിയാൽ തന്നെ വളരെ വൈറലാകുന്ന അത്രയും വലുതായി സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആളുകൾക്ക് അത്രമേൽ ഇഷ്ടപ്പെടുന്ന ഒരു ശൈലി നമ്മൾ കണ്ടെത്തുകയും, അതായത് ചിലപ്പോൾ പണ്ടത്തെ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന ജനറേഷൻ എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ആ സമയത്ത് നമുക്ക് എളുപ്പം മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എവിടെയാണുള്ളത് ആ സമയത്ത് അവിടെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന നിർദ്ദേശം. നല്ല വരികളായിരിക്കുക എപ്പോഴും. എന്താ പറയുക, ആളുകളുടെ മനസ്സ്, മദ്ഹിനെ കുറിച്ച് ഞാൻ പറയുന്നത്, മദ്ഹ് എപ്പോഴും ആളുകളെ കൽബിലേക്ക് ഇറങ്ങി ചെല്ലാവുന്ന രീതിയിലുള്ള നല്ല ശൈലിയിലുള്ള വരികളും ട്യൂണുകളുമായി കിട്ടിയാൽ അതെങ്ങനെയും ആളുകൾ ഏറ്റെടുക്കും, യാതൊരു സംശയമില്ല.
പിന്നെ നിയ്യത്ത് എന്നാക്കി കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മദഹും കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം മദഹും കൂടി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു പ്രതിഫലവും നമുക്ക് എത്തിക്കൊണ്ടിരിക്കും. സോഷ്യൽ മീഡിയ ഇപ്പോൾ നാസിഫ് പറഞ്ഞു, സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം ഇത്തരം വീഡിയോസും കാര്യങ്ങളൊക്കെ വൈറലാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളോട് നിങ്ങൾക്കുള്ളൊരു നിർദ്ദേശം എന്താണ്? സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ഞാൻ പറയാം. അതായത് നമ്മൾ ബാക്കിയുള്ള ആര് എങ്ങനെ ചെയ്യുന്നു അത് നോക്കിയിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകാം, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി. തീർച്ചയായിട്ടും നമുക്ക് അവരിൽ നിന്നൊക്കെ എങ്ങനെ വ്യത്യസ്തമായി, അവരിതൊരു വേറെ തന്നെ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ എന്നോട് ഇതിപ്പോൾ ഞാൻ എവിടെയും പറയാത്തൊരു കാര്യങ്ങളോട് പറയാം. അതായത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു, ഞാൻ തൊപ്പിൻ്റെ ഒരു സംഭവം ബിസിനസ് ചെയ്യുന്നു. അപ്പോൾ തൊപ്പി പല ആളുകൾ ചോദിക്കും, നാസിഫ് തൊപ്പി ഉണ്ടോ ഒരുപാട് ഷോപ്പുകളിൽ പോയിട്ട് വരെ ചോദിക്കും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ നിങ്ങൾക്ക് തൊപ്പി ചെയ്തതുപോലെ നല്ല പെർഫ്യൂമിൻ്റെ സംഭവം സ്റ്റാർട്ട് ചെയ്തുകൂടായിരുന്നു ചോദിക്കും. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ എന്നോട് തന്നെ ചോദിച്ചിട്ട് എൻക്വയറി നടത്തുന്നുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് നല്ലൊരു ഫ്രാഗ്രൻസ് ചെയ്യാം. അപ്പൊ ഞാൻ അവരോടൊക്കെ ഡിമാൻഡ് വെച്ചൊരു കാര്യം, നമ്മുടേത് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് എല്ലാവരിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കണം. അത് നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം, യുണീക്ക് ആയിട്ടുള്ള. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്ന് പറയുകയും ഒരുപാട് ആളുകൾ എനിക്ക് സാമ്പിൾ അയച്ചു തന്നു. പക്ഷെ ഞാൻ അതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരിൽ നിന്നും നമ്മളെ സാധനം ഒരാൾ സ്മെൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു സ്മെല്ലായിട്ടോ. അത് നാസിഫ് കാലിക്കറ്റിന്റെ ഒരു പിന്നെ ആ ഒരു സ്മെല്ലിലൂടെ ആ ആളങ്ങനെ ഓർമ്മ വരണം എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ആ കാര്യത്തിൽ ശരിക്ക് നമ്മളെ ഈ സാബീസ് ഫ്രാഗ്രൻസ് അവര് യുഎയിൽ ചെയ്തൊരു ശരിക്കൊരു വിപ്ലവം തന്നെയാണ്. ഒരുപാട് എഡിഷൻസ് പെട്ടെന്ന് ലോഞ്ച് ചെയ്യുന്നു, ഉമ്മയുടെ പേരിലൊക്കെ ആയിട്ട്. അതൊക്കെ എന്താ പറയാ, ഏതൊരാൾക്കും എളുപ്പം മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു സംഭവം. സാബിയുടെ ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ പെർഫ്യൂം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ? അത്ര കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ പറയാനുള്ള കാരണം? ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്ക് തിരുവനന്തപുരത്ത് പോയപ്പോ ഒരു സുഹൃത്തിന്റെ റൂമില് ഒരു 6 7 8 അവരുടെ എഡിഷൻസ് സാബിയുടെ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ശരിക്കും പർച്ചേസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ പലയിടങ്ങളിൽ പോകുമ്പോൾ കാണുമല്ലോ. അങ്ങനെ ഞാനിങ്ങനെ എല്ലാം വേറെ വേറെ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലുകളാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മുടേതായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡായാലും ഒരു പാട്ടായാലും ഏത് സോഷ്യൽ മീഡിയയിലുള്ള ഏതൊരു സ്റ്റോറി ആയാലും റീൽസ് ആയാലും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളത് ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിരിക്കണം. എപ്പോഴും ഒരു സംഭവം തന്നെ കൊടുക്കുന്നതിലപ്പുറം യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഒരു കോൺഫിഡൻറ്റിൽ നിങ്ങളൊരു ബിസിനസ് ഐഡിയ ആണല്ലോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ തൊപ്പിയുടെ ബിസിനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ യുണീക്കായിട്ട് നമ്മുടെ തൊപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ മുത്താലിമീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അല്ലാത്തവരൊക്കെ ബിസിനസ് വല്ലാതെ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ തൊപ്പിയുടെ ഒരു പ്രത്യേകതയായിട്ട് അല്ലെങ്കിൽ വേറിട്ട് ഇപ്പോൾ സാധാരണ തൊപ്പികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാസിഫിൻ്റെ തൊപ്പി എന്ന് പറയുമ്പോൾ അത് എന്ത് യുണീക്നെസ് ആണ് അതിനുള്ളത്? അതായത് ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ ഇന്ന് ബിസിനസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് താല്പര്യമുള്ള, അതിന് എന്താ പറയുക, നല്ല ഇൻട്രസ്റ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്യണം, എന്ത് യൂണീക്കായിട്ട് ചെയ്യണം എന്ന് പലർക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്ന പേഴ്സണലായിട്ട് ആര് ചോദിച്ചാലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ തൊപ്പിയുടെ സംഭവം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഈ ഒരു തൊപ്പി വേറൊരാളെടുത്തുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഉസ്താദിനോട് പറഞ്ഞല്ലോ, 2016 19 സിംഗപ്പൂരിൽ പോയ സമയത്ത് ഉസ്താദിൻ്റെ കൂടെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ തൊപ്പി ഞാൻ സിംഗപ്പൂരിൽ കാണുന്നത്. അന്ന് ഞാൻ അവിടുന്ന് ഈ തൊപ്പി ഞാൻ പർച്ചേസ് ചെയ്യുകയും നാട്ടിൽ വന്ന് ഞാനത് ഉപയോഗിച്ച് നോക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, കംഫർട്ട് തോന്നി. അങ്ങനെ ഞാൻ 2 വർഷത്തിലോളം ഞാനത് ഉപയോഗിച്ച് നോക്കി. എനിക്ക് ഈ തൊപ്പി നല്ല കംഫർട്ടാണെന്ന് തോന്നിയതിന് ശേഷം നമുക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമേ 2 ഇയർ നിങ്ങൾ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പഠിക്കുക എന്നതിലപ്പുറം ഞാനത് ഉപയോഗിച്ച് എനിക്ക് ഇഷ്ടമായി എന്നുള്ളതാണ്.
ഞാൻ കുറെ പഠിക്കാനൊന്നും പോയിട്ടില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എനിക്കറിയാം ഈ തൊപ്പി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ തൊപ്പിനെ കുറിച്ച് ഇത് എവിടെ നിന്ന് കിട്ടും, സിംഗപ്പൂരിലാണോ ഇതിന്റെ സ്ഥലം, അല്ല മലേഷ്യയിലാണോ, അങ്ങനെ ഞാൻ പഠിച്ചു. ശേഷമാണ് ഞാൻ ഈ തൊപ്പി ഇന്ത്യയിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ തൊപ്പി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് പിന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളത്. നമ്മൾ പിന്നെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ ചുറ്റുവട്ടത്ത് അല്ലെങ്കിൽ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആകാതെ അത് പരമാവധി ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ആയി കഴിഞ്ഞാൽ അതിന് നല്ല മാർക്കറ്റ് വാല്യൂ ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നാസിഫ് മദഹ് രംഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും ബാക്കിയുള്ളവർക്കൊക്കെ മാതൃകയാണ് ബിസിനസ് രംഗത്തും. കാരണം നമുക്ക് ഇപ്പോൾ അറിയാം, ഒരു മദഹ് സോങ് പാടാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ ഉരുളാൻ പ്രയാസമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയുള്ള ഒരു ഫേസ് ഒന്നും ആകൂല അവനവൻ്റെ ലൈഫിലേക്ക് കടന്നു കയറുമ്പോൾ ഉണ്ടാകും. അപ്പോൾ സ്വയം ഇതിൻ്റെ കൂടെ നിങ്ങൾ പിന്നെ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവാറ്? സോഷ്യൽ മീഡിയയിൽ നമ്മൾ മദഹ് പാടുമ്പോൾ ശരിക്ക് കൽബിൽ നമ്മളെ ഇഷ്ടം വെക്കുന്ന ധാരാളം ആളുകൾ, പ്രേക്ഷകർ വേറെ തന്നെ ഉണ്ട്, അതിൽ സംശയമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റുള്ള പാട്ടുകളിൽ നിന്ന് മദഹ് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതിനൊരു ഉത്തരം കൂടിയാണ് അവിടെ വരുന്നത്. ബെറ്റർ പ്ലസ് നമ്മളെ ബിസിനസ് കാര്യങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ പ്രേക്ഷകർക്ക്, മദഹ് കേൾക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരുപാട് സാധനങ്ങൾ ഇന്ന് ആവശ്യമുള്ളതുണ്ടാവും. ഇസ്ലാമികപരമായിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തൊപ്പി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ തൊപ്പി പോലത്തെ ബിസിനസ് പരമായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് നന്നായിരിക്കും എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ. അല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പ്രേക്ഷകരിൽ നിന്നുള്ള പ്രതികരണം നല്ല സപ്പോർട്ടാണ്. എവിടെ പോയി കഴിഞ്ഞാലും നാസിഫ്ക്ക തൊപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. ഞാൻ അധികം അങ്ങനെ എന്താ പറയുക, ഡയറക്റ്റ് പോയിട്ട് കൊടുക്കുന്നതിലപ്പുറം ഓൺലൈനായിട്ടാണ് ഒരു 90% സെയിൽ ചെയ്യാറുള്ളത്. ഞാൻ നിങ്ങളിൽ കണ്ട ഒരു വലിയൊരു പ്രത്യേകതയാണ്, നിങ്ങളിപ്പോൾ നല്ലൊരു സിംഗറാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്ര ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ അടിയിലേക്ക് ഇറങ്ങി ചെന്നിട്ട്, ഇപ്പോൾ നിങ്ങൾ തൊപ്പിയുടെ കാര്യമാണെങ്കിൽ ഞാൻ റിയലായിട്ട് അനുഭവിച്ച ഒരാളാണ്. നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന സമയത്ത്, നമ്മുടെ ഓൺലൈൻ മദ്രസയിൽ വന്ന സമയത്ത് നമ്മുടെ സ്റ്റാഫ് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ആ തൊപ്പി ഒരുപാട് ആളുകൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു രംഗത്ത് അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് എത്തുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ ഒരു മടി ഉണ്ടാകും. പക്ഷെ നാസിഫിൻ്റെ നിങ്ങളെ കേസിൽ ഞാൻ അങ്ങനെ കാണുന്നില്ല. വളരെ സിമ്പിളായിട്ട് ആളുകളിലേക്ക് ഇറങ്ങിക്കാണ്ട് ഒരു മടിയും കൂടാതെ നിങ്ങളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തൊപ്പി സെയിൽ ചെയ്യുന്നു. ഇതിനുള്ളൊരു പ്രചോദനം എന്താണ്? സാധാരണ ഒരു ലെവലിലുള്ള ആളുകൾ അവർക്ക് താഴേക്ക് ഇറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും. ഞാനിപ്പോൾ ഇനിയിപ്പോൾ അത് തൊപ്പി കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഒരുപാട് ആളുകൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് നാസിഫ്ക്കയുടെ കയ്യിൽ നിന്ന് തൊപ്പി വാങ്ങണം, അത് ഫോട്ടോ എടുക്കണം, സ്റ്റാറ്റസ് വെക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രചോദനം എന്താണ്? അതിനുള്ളൊരു വലിയ ഉത്തരം ഞാൻ അതിന് മാത്രമില്ല ആളെന്നല്ല എന്നുള്ളതാണ്. അല്ല, ഞാനെപ്പോഴും എൻ്റെ നാട്ടിലായാലും എൻ്റെ മദ്രസയിൽ പഠിച്ച കൂട്ടുകാർ, എൻ്റെ കൂടെയുള്ള എൻ്റെ ഈ തൊപ്പിയുടെ പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എൻ്റെ ബ്ലോഗ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അങ്ങനെ തുടങ്ങി ധാരാളം സ്ഥലങ്ങളിൽ നമ്മൾ പരിപാടിക്ക് പോയിട്ട് നമ്മൾ നല്ല പരിചിതമായ ധാരാളം ചെറിയ ചെറുപ്പക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ പരമാവധി നമ്മുടെ മേഖലയിലേക്കും നമ്മുടെ കാര്യങ്ങളിലേക്കും ഇൻവോൾവ് ആക്കുക എന്നുള്ളതാണ് ഞാൻ അതിനുകൊണ്ട് ആഗ്രഹിക്കുക. വളർന്നു വരുന്ന ഒരു തലമുറ ആഗ്രഹിക്കുന്നത് അവർക്ക് ബിസിനസ് തുടങ്ങണം, അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യണം. കാരണം ഈ ഒരു വ്ളോഗിങ് അല്ലെങ്കിൽ പിന്നെ വീഡിയോ ചെയ്യുക എന്നുള്ളത് ഇന്ന് ബിസിനസ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വേ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മക്കളോട് നാസിഫ്ക്ക ഇത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അവർക്ക് നമുക്ക് വളർന്നു വരുന്ന ആളുകൾക്ക് നമുക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം എന്താണ്? അതായത്
ഒരുപാട് ഇപ്പോൾ ഫുഡ് ബ്ലോഗേഴ്സ് ഒരു ഭാഗത്ത്, അങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള വേറെ ക്രിയേറ്റേഴ്സ്, അങ്ങനെ ധാരാളം ഒരു ഭയങ്കര വിശാലമായി കിടക്കുകയാണ് ശരിക്കും വ്ളോഗിങ്ങിൻ്റെ മേഖല എന്ന് പറയുന്നത്, കണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് എന്നോട് അങ്ങനെ ചോദിക്കുന്ന ആളുകളൊക്കെ ഞാൻ പറയല്, നമ്മളെപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ വ്ളോഗിങ് ചെയ്യുന്നതിൽ ഒരു ഭയങ്കര അടുത്തൊരു സുഹൃത്തുണ്ട്. അതായത് നമ്മുടെ പരിപാടിക്ക്, ഈ മധുവിൻ്റെ പരിപാടിക്ക് പോയിട്ടാണ് ഞാൻ അവരെ ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നു. പക്ഷെ പിന്നീട് അവര് നമ്മുടെ ഈ കാറുകളെ പരിചയപ്പെടുത്തുമല്ലോ. ഇപ്പോൾ സുസുക്കിയുടെ വാഹനങ്ങൾ, ടൊയോട്ടയുടെ വാഹനങ്ങൾ, സാറിന് അറിയണ്ടാവും, നജീബ് റഹ്മാൻ എന്നാണ് അവരുടെ പേര്, തിരൂരാണ് അവരുടെ സ്വദേശം. നിങ്ങൾ കൊളാബ് ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ എവിടെയോ നിങ്ങളുടെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ട്. നമ്മളൊരിക്കലും ഇങ്ങനെ ഫെസിൻ ഹോട്ടലിൽ പോയ സമയത്ത് അപ്രതീക്ഷിതമായി കണ്ടിട്ടൊക്കെ ചെയ്തിരുന്നു. എനിവേ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത്, അവര് കാറുകളെ കുറിച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ തുടങ്ങി. കാർ, ഈ ഒരു കാറ് കാണുമ്പോൾ അതിനെ കുറിച്ചിട്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ വലിയ വലിയ കമ്പനീസ് അവരെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അവരെ ക്ഷണിക്കുകയും അവരുടെ വലിയ വലിയ ഫെസിലിറ്റീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരെ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഫുഡ് ബ്ലോഗേഴ്സ് എത്രയുണ്ട് നമുക്കറിയാം, ഇഷ്ടം പോലെ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. എന്നാലോ നമുക്കത് അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. അതായത് വെറൈറ്റി ആയിട്ടുള്ള ഫീൽഡുകൾ നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. മധുഹിൻ്റെ ഫീൽഡിൽ ഇതുപോലെ പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. എല്ലാവരും വ്ളോഗിങ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്തെങ്കിലും ഒരു രീതി, ഏതെങ്കിലും ഒരു മേഖലയിൽ അവർക്ക് ഒരു കറക്റ്റായിട്ടുള്ള ഒരു റൂട്ടിൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിങ്ങനെ പറയുന്ന സമയത്ത് എനിക്ക് സാബി നമ്മുടെ വലിയൊരു സുഹൃത്താണ്, നമ്മുടെ നല്ലൊരു വെൽവിഷർ കൂടിയാണ്. പലപ്പോഴും സാബിയുടെ വീഡിയോസിൻ്റെ താഴെയൊക്കെ കാണുന്നൊരു കമൻറ്റുകൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അവൻ ഇങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള കമൻസോ കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവാറുണ്ട്. എന്താണ് അത്തരക്കാരോട് പറയാനുള്ളത്? കാരണം ജെന്യൂനായിട്ട് നമുക്ക് പിന്നെ അടുത്തറിയുന്ന ഒരാളാണ്, അവരെ ബിസിനസ്സിൽ എത്ര ജെന്യൂനിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അടുത്തറിയുന്നുണ്ട്, നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മളവരെ കൂടെ താമസിച്ചിട്ടുണ്ട്, കൂടെ നടന്നിട്ടുണ്ട്. നമ്മൾ അനുഭവിച്ചിടത്തോളം അദ്ദേഹം വളരെ ജെന്യൂന്. എങ്കിൽ പോലും ഇന്ന് കുറച്ചൊക്കെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും കേൾക്കുമ്പോൾ വിഷമമാണ് നമുക്ക്. അദ്ദേഹം പിന്നെ പെർഫ്യൂം ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണെങ്കിലും ട്രാവൽ ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ഓഹരി പാവപ്പെട്ടവരെ സഹായിക്കാനും, ഇപ്പോൾ ഗസയിലൊക്കെ ഒരു ഇഷ്യൂ നടന്ന സമയത്തൊക്കെ അതിനൊക്കെ മുൻകൈ എടുത്ത്, എന്തിനേറെ പറയണം, നമ്മുടെ റഹീമിൻ്റെ ബോച്ചയുടെ കൂടെയൊക്കെ ഇതൊക്കെ ഇത്രയും നന്മകളൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കമന്റുകൾ, കുറഞ്ഞ കമന്റുകളാണെങ്കിലും പലപ്പോഴും വലിയ വിഷമം തോന്നാറുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പറയാൻ, ഇതിന്റെ കൂടെ ചേർത്ത് പറയാന്ന് വിചാരിച്ചിട്ടാണ്, നമ്മളെ ഫൈസൽ മലബാർ എന്ന് പറയുന്ന, അറിയാം ഫൈസൽ മലബാർ ഗോൾഡിന്റെ അവരെ ഞാൻ അടുത്ത് ഒരു കല്യാണത്തിന് പോയപ്പോ കണ്ടിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. ശരിക്കും വീഡിയോയിൽ കാണുന്ന ഒരാളെ അല്ല, എത്ര സിമ്പിളായിട്ടാണ് നമ്മളോട് സംസാരിച്ചെന്ന്. അതിലപ്പുറം നമ്മളൊരാളെ ഒരു മീറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റൂല. എങ്കിൽ കൂടി പിന്നെ ചില സന്ദർഭങ്ങളിൽ അവർക്ക് എതിരെ വരുന്ന സോഷ്യൽ മീഡിയ അറ്റാക്കിങ്, അതൊരു ഭയങ്കര, എത്ര നന്മകൾ ചെയ്തു കഴിഞ്ഞാലും മനുഷ്യന്മാരാണ്, ചെറിയ എന്തെങ്കിലും അപാകതകളൊക്കെ പറ്റുമ്പോഴേക്ക്. അറിവിലുള്ള ഒരു അടുത്തൊരാള് അവര് പിന്നെ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നടത്തുന്ന ഒരു സ്കൂളുകൾ നടത്തുന്നുണ്ട്. അവർ നടത്തുന്നുണ്ട്. എൻ്റെ അറിവിലുള്ള ഒരു സ്റ്റുഡൻ്റ് അവിടെ പഠിക്കുന്നുണ്ട്, ഫൈസൽ മലബാർ സാറ്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ അവർ നേരിട്ടൊന്ന് കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ ഭയങ്കര സന്തോഷമായി. നിങ്ങളത് എന്താ പറയുക, അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് നിങ്ങളെ ഭയങ്കര താല്പര്യമായി അവർ പറയുകയുണ്ടായി. അല്ല, ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ, കാരണം അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ് വേണ്ടത്. ഇത്തരം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളോ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടാവില്ല, എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നോക്കി
പിന്നാലെ നടന്നിട്ട് അതെടുത്ത് കുത്തിപ്പൊക്കുന്ന ഒരു അവസ്ഥ വിശേഷം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരക്കാരോട് ഇപ്പോൾ വലിയൊരു ഫോളോവേഴ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് എന്നുള്ള അല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവ് കമന്റ്സ് വരുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. അതെ 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 അതെ. അങ്ങനെ ഇപ്പോൾ പറഞ്ഞു വെച്ചാൽ ഒരുപാട് ആളുകൾ വലിയ വലിയ എത്രയോ ആളുകൾക്കെതിരെയും ഇതുപോലെ സംഭവിക്കുന്നു. പക്ഷെ നമ്മൾ അതിന്റെ പിന്നാലെ കൂടുതൽ പോകാതിരിക്കലാവും നല്ലതെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ അതിന്റെ പിന്നാലെ പോക്കില്ല. കുറെ ഒരു നെഗറ്റീവ് വന്നിട്ടില്ല, അൽഹംദുലില്ലാ, വരാതിരിക്കട്ടെ. ആമീൻ ആമീൻ. മദ്ഹ് പറയുമ്പോൾ തന്നെ നാസിഫിൻ്റെ ഞങ്ങളെ പിന്നെ സംസാരത്തിൽ വലിയ ആവേശവും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഏത് പ്രായം മുതലാണ് ആദ്യം പാട്ട് പഠിച്ചതും അല്ലെങ്കിൽ പാടിയതൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഓർക്കുന്നുണ്ടോ? ഏത് പാട്ടാണ് പാടിയത്? ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞല്ലോ, ഫാദിൽ ഉസ്താദിന്റെ കൂടെയുള്ള യാത്രകള് കൂടെ ആദ്യമായിട്ടൊരു വേദിയിൽ പാടുന്ന പാട്ട് എന്ന് പറയുന്നത് കൽബകം വിങ്ങിടുന്നുള്ള ഒരു 2 വരി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പഴയ പാട്ടാ. എനിക്ക് തോന്നുന്നത് എഴുതിയത് നമ്മുടെ ഇബ്രാഹിം അമാനി ചോലി എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഉസ്താദാണ്. അത് ഞാൻ അന്ന് ഫാദിൽ ഉസ്താദിന്റെ കൂടെ എൻ്റെ നാട്ടിലെ ഉസ്താദ് ഒരു പരിപാടിക്ക് വന്നതാണ്. വന്നപ്പോൾ ഞാൻ ഉസ്താദിന്റെ വേദിയിൽ അപ്രതീക്ഷിതമായിട്ട് എത്തുകയും പാടുകയും ചെയ്തു. ഉസ്താദിനെ നല്ല ഇഷ്ടമാവുകയും. അന്ന് ഉസ്താദിനെ അറിയോ? നാസിഫ് മോനെ അറിയോ? ഇല്ല, അറിയില്ല. അപ്പൊ അങ്ങനെ സിംഗർ ആണെന്നുള്ളത് എങ്ങനെ ഉസ്താദിന്? അത് ഉസ്താദിന്റെ കൂടെയുള്ള ഒരാൾക്ക് തന്നെ അറിയില്ല. അങ്ങനെ പാടുന്ന കുട്ടിയാന്ന് പറയുമ്പോൾ പാടിയതാണ്. അന്ന് ഉസ്താദിനെ നല്ല ഇഷ്ടമാവുകയും പിന്നീട് ഒരുപാട് വേദികളിൽ ഞാൻ ആ പാട്ട് പാടി. ഒരു 2 വരി ആദ്യത്തെ പാട്ടാണല്ലോ ഓർക്കാൻ. കൽബകം വിങ്ങിടുന്നല്ലാ, കഥനങ്ങൾ തീർത്തിടല്ലാ, മലർമുഖം ഞാൻ കണ്ടില്ല, മനസ്സെന്നും മദീനയില, മനസ്സെന്നും മദീനയില. മാഷാഅല്ലാഹ്, ജസാക്കല്ലാഹ്, അല്ലാഹു യുബാരിക്. ആമീൻ. അറിയാതെ ഇങ്ങനെ ആ ഫീല് മദീനയിലേക്ക് ഇങ്ങനെ പോകും. ഒരുപാട് പാടിയാണ്. മാഷാഅല്ലാഹ്. ഇപ്പോൾ പിന്നെ അതിന് ശേഷം മദ്ഹ് അല്ലാതെ ഏതെങ്കിലും പാട്ടുകൾ പാടിയിട്ടുണ്ടോ നിങ്ങൾ? പിന്നെ പ്രവാചകരെ കുറിച്ചും ഔലിയാക്കളെ കുറിച്ചും അങ്ങനെയൊക്കെ തന്നെ കൂടുതൽ പാട്ടുകൾ. ഇപ്പോൾ റീസെന്റ് ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട്, ഏറ്റവും ഒരു മാസ്റ്റർ പീസ് ഉണ്ടാവില്ല, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് പാടി വന്നിട്ടുള്ള ഒരു പാട്ട് എന്ന് പറയുന്നത് പിന്നെ യൂട്യൂബില് നമ്മളൊരു സ്വാദിഖ് പെരുമുഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് എഴുതിയൊരു പാട്ടാണ്. അത് നമ്മുടെ വേദികളിൽ തന്നെ പിന്നെ ഒരു സുഹൃത്ത് പാടുന്നത് കേട്ടപ്പോൾ എനിക്ക് ആ വരികൾ നല്ല ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ ആ വരികൾ എടുത്ത് പാടുന്നത്. എനിക്ക് വരികള് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തിട്ട് ആ വരികൾ ആളുകളെ എങ്ങനെ സ്വാധീനിക്കും, ആളുകളെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലും എങ്കിൽ ഞാൻ അത് എളുപ്പം പഠിക്കുകയും പാടുകയും ചെയ്യും. പെട്ടെന്ന് ഞാൻ കാണാതെ പഠിക്കുകയും എനിക്ക് കഴിയാറുണ്ട്. അതായത് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട വരികളായിരിക്കും അത്. നിങ്ങൾ കേട്ട് ഞങ്ങൾക്ക് ആദ്യം ആ ഫീല് കിട്ടും, ശേഷം അത് നിങ്ങൾ ആളുകളിലേക്ക് സമർപ്പിക്കും. അത്തരത്തിലുള്ള ഒരു പാട്ട് കേട്ട് പഠിച്ചൊരു അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലും പാടുന്നത്. ലാസ്റ്റ് ഞാൻ പാടിയ പാട്ട് കരളായ നൂറേ കനിവിന്റെ കണ്ണുള്ളോരെ കലാമായ സീറേ കരുണതൻ കൽബുള്ളോരെ മുഹബ്ബത്ത് മനതാരിൽ അലയടിച്ചുയരുന്നേ മനിതന്റെ കണ്ണും കൽബും മദ്ഹിനാൽ കുളിരുന്നേ മെഹബൂബുറങ്ങും നാട്ടിൽ മധുമഴ പെയ്യുന്നുണ്ട് മനസ്സിന്റെ കോണിൽ മുത്ത് റസൂലുള്ള നിറയുന്നുണ്ട് റസൂലല്ലാ ഹബീബല്ലാ റസൂലല്ലാ ഹബീബല്ലാ. മാഷാ അല്ലാഹ്, റസൂലുള്ളാഹിനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും നമ്മൾ വ്ളോഗുകൾ ചെയ്യുന്നുണ്ട്,
വെഡ്ഡിങ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മീയമായ ഇങ്ങനെയുള്ള മദ്ഹ് നല്ല റാഹത്തിൽ നല്ല പീസ്ഫുള്ളായിട്ട് പാടാൻ പറ്റിയ വേദികളിൽ കിട്ടുന്നൊരു ഫീല് അത് മറ്റെവിടെയും എനിക്ക് കിട്ടിയിട്ടില്ല. അത് വല്ലാത്തൊരു ഫീലാണ്. മാഷാ അല്ലാഹ്. അത് അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാസിഫിന്റെ ഫാമിലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഫാമിലി ഉപ്പ ഉമ്മ, ഞങ്ങൾ 4 മക്കളാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ്. ആദ്യം ഞാനാണ്, ശേഷം 2 പെങ്ങന്മാരാണ്. 2 കല്യാണം കഴിഞ്ഞു. ചെറിയൊരു അനിയനാണ്. ഉപ്പ എന്ത് ചെയ്യുന്നു? ഉപ്പ നാട്ടിൽ തന്നെയാണ്. ഈ നമ്മുടെ മരത്തിന്റെ കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഉപ്പയും ഉമ്മയാണ് ശരിക്ക് നാസിഫ് ഇങ്ങനെ എല്ലായിടത്തും എത്താനൊരു കാരണം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഉസ്താദുമാരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ എവിടെയും ബ്ലോക്ക് ചെയ്ത് നിർത്താതെ നമുക്ക് എല്ലായിടത്തേക്കുള്ള ഫ്രീഡം തരികയും, ചെറുപ്പത്തിലേക്ക് എനിക്ക് ഓർമ്മയുണ്ട് ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും വേണ്ട പോകാനുള്ള എല്ലാ വഴികളും ഒരുക്കി തരുന്നത് ഉപ്പയാണ്. രാത്രി പരിപാടി കഴിഞ്ഞ് നേരം വൈകി, എത്ര നേരം വൈകി വന്നാലും പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന ഉമ്മ നമ്മളെത്ര വലുതായാലും നമുക്ക് മറക്കാൻ പറ്റാത്ത മുഖങ്ങളാണ്. പിന്നെ നമ്മുടെ പെങ്ങന്മാർ, ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഈ ഫീൽഡിലേക്ക് ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ കല്യാണമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു പ്രസൻസ് ഭാര്യയ്ക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാറുള്ളത്? എനിക്ക് കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ കല്യാണം കഴിയാൻ പോകുന്ന ചെറുപ്പക്കാരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് ഉമ്മ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ സ്നേഹലോകമാണ്. തീർച്ചയായിട്ടും പാട്ട് തന്നെ ഉണ്ടല്ലോ, ഉമ്മാക്കൊരു പകരം മറ്റൊരു ഉമ്മയില്ല. എന്നാൽ നമ്മുടെ ഉമ്മയെ പോലെ നമുക്ക് വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ വല്ലാതെ പരിഗണിക്കുന്ന, നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് എന്താ പറയുക ഭയങ്കര ഫ്രീഡം ഒക്കെ തരുന്ന ഒരു ഭാര്യ മാതാവും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഏത് പരിപാടി കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതൊരു പരിപാടി കഴിഞ്ഞ് എപ്പോൾ ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴും മാഷാ അല്ലാഹ് നല്ല നമ്മുടെ ഉമ്മയെ പോലെ തന്നെ സ്വീകരിക്കുകയും പെരുമാറൊക്കെ ചെയ്യുന്ന ഒരു അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഭാര്യയുടെ ഉപ്പ മരണപ്പെട്ടു. നാസിഫ് കേരളത്തിനകത്തും പുറത്തും ഒരുപാട് പരിപാടികൾ അറ്റൻഡ് ചെയ്യുന്നു, ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പാരൻസ് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടാവും. അപ്പോൾ മെൽ ടോക്സ് എന്നുള്ള ഈ പ്രോഗ്രാമിൽ തന്നെ നമ്മുടെ മെല്ലിൽ പഠിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഉപ്പമാരും ഉമ്മമാരൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പാരൻസിന് എന്ത് സജഷനാണ്, നിർദ്ദേശമാണ് കൊടുക്കാനുള്ളത്? പാരൻസിന് ഞാനെപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആളോട് പറയാറുണ്ട്, എപ്പോഴും നല്ല കൂട്ടുകെട്ട്. നാസിഫ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാനും നല്ലൊരു റൂട്ടായി കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് നല്ല സൗഹൃദ വലയങ്ങൾ അതിൽ വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നമ്മുടെ പരിപാടി അല്ലാത്തപ്പോൾ ഒരു ടർഫിൽ കളിക്കാൻ പോവുകയൊക്കെ പോയി കഴിഞ്ഞാൽ പല കൂട്ടുകാരും കടന്നു വരുമ്പം തന്നെ നാവിൽ നിന്ന് വരുന്നത് പല വിധത്തിലുള്ള അസഭ്യ വാക്കുകളാണ്. അവരുടെ ഇടയിൽ അത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കുകളായി മാറിക്കഴിഞ്ഞു. എന്നതുപോലെ നമ്മുടെ കുട്ടികൾ ആരുടെ കൂടെയാണോ അവരിലുള്ള വാക്കുകളും ദുശീലങ്ങളും ചെറുങ്ങനെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തും. നല്ല കൂട്ടുകെട്ടുകളിലേക്ക് പാരൻസ് കുട്ടികളെ ചെന്നെത്തിക്കണം എന്നുള്ള അങ്ങനെ ശ്രമിക്കുള്ളൂ. എന്നാൽ പോലും എനിക്ക് പറയാനുള്ളത് ചീത്ത കൂട്ടുകെട്ടുമായിട്ട് ഉള്ള ഒരു ബന്ധം വരുന്ന സമയത്ത് തന്നെ നമ്മളത് ബ്ലോക്ക് ചെയ്യുക എന്നുള്ള ഒരു നിർദ്ദേശം ഞാൻ ഒരുപാട് ആളുകളോട് പറയാറുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ചില കുട്ടികളൊക്കെ ഈ ബൈക്ക് മേൽ പോകുന്ന ഒരു സംഗതി കണ്ടാൽ നമ്മൾ പഠിച്ചവനെ ഇവനിങ്ങനൊക്കെ പോകുമോ? എൻ്റെ കുടുംബത്തിൽ തന്നെ നല്ല അച്ചടക്കമുള്ളൊരു മോനായിരുന്നു. പെട്ടെന്ന് അവൻ്റെ കൂട്ടുകെട്ട് മാറി അവനെ സ്പീഡിൽ ബൈക്കിൽ പോകുന്ന പല രംഗങ്ങളും ഞാൻ കണ്ടു.
അവൻ്റെ ആ കൂട്ടുകെട്ട്, അവന് ബൈക്കിൻ്റെ ആ കൂട്ടുകെട്ട്, ബൈക്കിൻ്റെ ഓടിക്കുന്ന കുട്ടികളെ എല്ലാവരും കൂടി എൻ്റെ അടുത്തേക്ക് വരരുത്. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് വെച്ചാൽ, ആ ഒരു കൂട്ടുകെട്ടിൽ അവൻ വന്നതിന് ശേഷം അവൻ്റെ സ്വഭാവങ്ങളും ആ സ്പീഡ് പോലെ തന്നെ ഒരു വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് വന്നു. അവസാനം അവന് ആക്സിഡൻ്റായി മൂലയിൽ കിടക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ എന്താ പറയുക, അതിന് ഇടയിൽ അവന് ആളുകളോട് പെരുമാറിയതൊക്കെ ആളുകൾ ചിന്തിച്ചുകൊണ്ട് ചിലപ്പോൾ അവന് വേണ്ട ഒരു സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. എന്നാൽ അതിന് മുന്നേയുള്ള ആ ഒരു പയ്യനാണ് നല്ല അടക്കത്തിൽ ഒതുക്കത്തിൽ നടന്നൊരു മോനാണെങ്കിൽ തീർച്ചയായിട്ടും അവന് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും ധാരാളം ആളുകളുണ്ടാവും എന്നുള്ളൊരു സത്യം. ഈ RX-100 എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ടല്ലോ, നമ്മളെ ചെറുപ്പക്കാരൊക്കെ, എൻ്റെ കൂടെയുള്ള കുട്ടികൾക്ക് തന്നെ അതുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നൊരു കാര്യം, എടാ ഒരിക്കലും ഒരാളുടെയും ചെവി ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ. സത്യമായിട്ട് ചില ആളുകൾക്കൊന്നും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത്. അപ്പോൾ ഓവർ സൗണ്ടുള്ള വാഹനങ്ങളൊന്നും വേണ്ട. എത്രയോ വയസ്സായ ആളുകളുണ്ടാവും, അവർക്കൊക്കെ പ്രയാസം. ചെറിയ മക്കളൊക്കെ ഉണ്ടാവും. ചില ആളുകളൊക്കെ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ സമയം വന്നപ്പോൾ എന്തോ ഒരു ഒച്ചപ്പാടോ, അതൊക്കെ പരമാവധി നമ്മൾ കുറക്കുക എന്നുള്ളതാണ് കുട്ടികളോട് പറയാനുള്ളത്. ഫുട്ബോൾ ഭ്രാന്ത് ഉണ്ടോ നാസിഫിന്? എനിക്ക് ഭ്രാന്തില്ല, പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിക്കുകയും ഇടയ്ക്കൊക്കെ ഫുട്ബോൾ കാണുകയും, എന്നാൽ ഈ നമ്മുടെ മതഹ് കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ജസ്റ്റ് ഫുട്ബോൾ കളിക്കാനും കാണാനും. ഒരുപാട് ഫുട്ബോൾ കളിക്കാരായ സുഹൃത്തുക്കളുണ്ട് എനിക്ക്, ധാരാളം നല്ല സ്വഭാവമുള്ള നല്ല കഴിവുള്ള ഒരുപാട് ഫുട്ബോൾ കളിക്കാരുണ്ട്. അവരോടൊക്കെ ഒരുപാട് ഇഷ്ടവും ഒക്കെ തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഓവർ എന്ന നിലയിൽ ഫുട്ബോൾ ഇല്ല. ഇപ്പോൾ ഈ സൗഹൃദ വലയങ്ങൾക്കിടയിൽ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള വലിയൊരു ഗ്യാങ് നാസിഫിൻ്റെ കൂടെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് വെഡ്ഡിങ് പ്രോഗ്രാമിലൊക്കെ ഉസ്താദന്മാരല്ലാത്തതിന് ഉസ്താദന്മാരുടെ ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ ഈ രണ്ട് കൂട്ടം ആളുകളോടും, ഇപ്പോൾ ഇൽമു പഠിച്ച ആളുകളോടും കണക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ചെറുപ്പക്കാരായ ആളുകളോടും കണക്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കാറുണ്ട്? ഞാൻ ഒരിക്കൽ കാഞ്ഞങ്ങാട് ഒരു കല്യാണ പരിപാടിക്ക് പോയപ്പോൾ പല ചെറുപ്പക്കാർ കല്യാണ പരിപാടിക്ക് നമ്മൾ വിളിക്കുമ്പോൾ നമുക്കറിയില്ല ആരാ വിളിക്കണത്. പക്ഷെ കാഞ്ഞങ്ങാട് കാസർഗോഡൊക്കെ ഭാഗത്ത് പരിപാടിക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ നമ്മളെ സ്വീകരിക്കുന്നതും ട്രീറ്റ് ചെയ്തതും, സത്യം പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോടും ബാക്കിൽ നിൽക്കണം, സത്യമായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കൽ കാഞ്ഞങ്ങാട് ഒരു പരിപാടിക്ക് പോയ സമയത്ത് എന്നോട് പറഞ്ഞു, നിങ്ങൾ പാട്ട് ഒരു അരമണിക്കൂറെങ്കിലും അരമണിക്കൂർ നിങ്ങൾ പാടിയാൽ മതി, പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, പോകാം. എനിക്ക് ആ പരിപാടി അസർ ടു മഗ്രിബ് എനിക്ക് അറ്റൻഡ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് എനിക്ക് പോകാനുണ്ട്. എന്നോട് പറഞ്ഞു നോ പ്രോബ്ലം, നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് പോയാൽ മതി. അങ്ങനെ ഞാൻ പോയി. ഞാൻ ഇറങ്ങാൻ നേരത്ത് ആ പുതിയാപ്പിളായ ഒരു പയ്യൻ എന്നോട് പറയാം, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായൊരു പാട്ട്, എൻ്റെ കൽബിൽ ടച്ച് ചെയ്തൊരു പാട്ട് എന്ന് പറയുന്നത് മദീനത്ത് പോയിടുവാൻ പുതിയ എന്നുള്ളൊരു പാട്ടാണ്. ഉസ്താദൊന്നുമല്ല, ചെറുപ്പക്കാരൻ, തനി നാടൻ ആള്, കാസർഗോഡ് ഒരു സ്റ്റൈലൻ ചെക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ പാട്ട് പാടണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ, നോർമലി നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഒരു വേറെ തന്നെ ഒരു ഹാപ്പിനെസ് പാട്ടുകളാണ് പാടുക, കുറച്ച് അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടുകളാണ് പാടാം. അപ്പോൾ ഇവർ അത് പാടണം, അതൊരു 2 വരി പാടിയിട്ട് നിങ്ങൾ പൊയ്ക്കോളി എന്ന് പറയണം. അപ്പോൾ ഞാൻ എന്താ പറയുക, ഒരു 99% അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ കല്യാണ പരിപാടികൾ പാടലില്ല. കല്യാണ പരിപാടി കുറച്ച് ഉണ്ട് സഖി, അങ്ങനത്തെ കുറച്ച് പാട്ടുകളൊക്കെ കുറച്ച് അടിപൊളിയായിട്ടുള്ള പാട്ടുകളാണ് പാടാം. അപ്പോൾ ഈ ചെറുപ്പക്കാരന് വളരെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ ആ പാട്ട് 2 വരി പാടി. ആ പാട്ട് ഇങ്ങോട്ട് പാടിക്കഴിഞ്ഞ് ഞാൻ അവന് കൈ കൊടുക്കാൻ പോയാൽ എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ് എൻ്റെ മനസ്സ് നിറഞ്ഞു പറഞ്ഞു. കല്യാണത്തിൻ്റെ ഒരു വലിയൊരു ഇതിൽ നിൽക്കുന്നൊരു സമയത്ത് മദീനയെക്കുറിച്ച് ആ കൂട്ടുകാരൻ പാടാൻ പറയുകയും പാടിയപ്പോൾ അവൻ്റെ മനസ്സ് നിറഞ്ഞ് എന്നോട് സംസാരിച്ചൊരു രംഗം, അത് ഞാൻ മറക്കൂല. ശേഷം കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ അവരുടെ യാത്ര എന്ന് പറയുന്നത്
ഉംറക്ക് വേണ്ടിയിട്ട്. യാ അല്ലാഹ്. അത് തന്നെ എനിക്ക് എന്നോട് അവർ പറയുകയും ചെയ്തു. ആ കൂട്ടുകാരൻ്റെ പേര് ഫർഹാൻ എന്നാണ്. ഫർഹാൻ ഇത് കാണുകയാണെങ്കിൽ നിങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സന്തോഷിക്കട്ടെ. നാസിഫ് ഒരുപാട് കല്യാണ വേദികളിൽ നിറസാന്നിധ്യമാണ്. അപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളോട് നാസിഫിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പണായിട്ട് പറയാം. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരെ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ, അവരോടൊക്കെ ഞാൻ പേഴ്സണലി പറയാറുണ്ട്, ഒരിക്കലും ഒരുപാട് ദൂരത്തുനിന്ന് കല്യാണം കഴിക്കുന്നത്. കാരണം അത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയാണ് കേട്ടോ, ചെറുപ്പക്കാരോടൊക്കെ പറയാണ്. ദൂരത്തുനിന്ന് കല്യാണം കഴിച്ചാൽ നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവളെവിടെയോ നമ്മളെവിടെയോ ആണെങ്കിൽ ആ ഒരു യാത്ര ഭയങ്കര ബേജാറിലായി പോകും. പിന്നെ എന്ന് പറയുന്നത് നമ്മളില്ലാത്ത സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലും ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കണമെങ്കിലൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് അത് പിന്നീട് അങ്ങനെ ആയിട്ട് വരും. ഒരുപാട് ആളുകൾ ദൂരത്തുനിന്ന് കല്യാണം കഴിച്ചവരുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാർ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് പിരിയുന്ന ഒരു രംഗം ഡൈവോഴ്സിലേക്ക് പോകുന്നു. സുലഭാണ്, ആർക്കും ഒരു പ്രയാസമല്ല എന്ന് ഡൈവോഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു വിഷമമാണ്. അപ്പൊ ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമ്മൾ തന്നെ കേൾക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഞാൻ മനസ്സിലാക്കിയത് സാറേ ഒരു വലിയൊരു കാര്യം, നമ്മളത് കല്യാണം നമുക്കൊരു ഇപ്പോൾ ഒരുപാട് ആളുകളെ പ്രശ്നമാണ് പെണ്ണ് കിട്ടണില്ല എന്നുള്ളത്. ഒരുപാട് ആൾക്കാർക്ക് പെണ്ണ് കിട്ടണില്ല, അന്വേഷിച്ചിട്ട് ലോകത്ത് പെണ്ണില്ലാത്ത പോലെയാണ് സംസാരം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഏതെങ്കിലും ഒരു പെണ്ണ് ശരിയാകുമ്പോഴേക്ക് അവിടെ കെട്ടുക എന്നുള്ളതല്ല, നമുക്ക് ശരിക്കും അള്ളാഹുവിനോട് ചോദിച്ച് ഹൈറായ ഒരു ബന്ധം അത് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹു നമുക്ക് യോജിച്ച അല്ലേ നമ്മളെ വാരിയല് കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച ഒരു നമുക്ക് തരണമല്ലോ. അപ്പം അതിനു വേണ്ടി കൃത്യമായി ദുആ ചെയ്ത് വെയിറ്റ് ചെയ്ത് ശേഷം അത് നല്ല റാഹത്തിൽ മുന്നോട്ട് പോകുക. സുഖവും ദുഃഖവും സമ്മിശ്രമാണല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് ആളുകൾ ഡിവോഴ്സായി പോകുന്ന അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു ഇപ്പോൾ ഒരു കുട്ടിയെ കാണുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടമാവും. അപ്പോൾ ആ ഇഷ്ടം അതിനോടുകൂടി കല്യാണം ഉറപ്പിക്കുക എന്നതിൽ അപ്പുറം കൃത്യമായിട്ട് ആ കുട്ടിയെക്കുറിച്ചും ആ കുട്ടിയുടെ ഫാമിലിയെക്കുറിച്ചും ഒക്കെ അന്വേഷിച്ച്, എസ്പെഷ്യലി ആ കുട്ടി ഇപ്പോൾ മദ്രസയിൽ പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ മദ്രസയിലെ അധ്യാപകരോട് കറക്റ്റ് ചോദിക്കുകയും ഒക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും. അതില്ലാതെ നിങ്ങളൊന്ന് കല്യാണം കഴിക്കാൻ പോകല്ലേ എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ശരിക്കും. അപ്പോൾ അത്രയേറെ അധികരിച്ചൊരു വിഷയം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന കൊണ്ട് പറഞ്ഞു പോയത്. അപ്പോൾ പ്രണയം നമുക്കറിയാം നമ്മുടെ പല സംസാരങ്ങളിലും, അതുപോലെ തന്നെ കുട്ടികൾ അറിഞ്ഞോ അറിയാതൊക്കെ പെട്ടുപോകണം. ഇതാണ് ലൈഫ്, ഇതാണ് ജീവിതം എന്ന് മനസ്സിലാക്കിയിട്ട് വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ നാസിഫ് മോൻ്റെ സംസാരത്തിൽ അന്വേഷിച്ചിട്ട് പെണ്ണ് കണ്ടെത്തുക എന്നുള്ളത്, കാരണം ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അറിഞ്ഞിട്ട് കല്യാണം കഴിക്കലല്ലേ ഏറ്റവും ബെറ്റർ. കുറച്ച് കാലം നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ സ്വഭാവം ഇങ്ങോട്ടും എൻ്റെത് അങ്ങോട്ടുമൊക്കെ മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കലല്ലേ നല്ലത് എന്നുള്ള ക്വസ്റ്റ്യൻ ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മക്കളോട് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നാസിഫ് മോൻ്റെ അല്ലെങ്കിൽ നാസിഫിൻ്റെ അനുഭവത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? അനുഭവം എന്ന് പറയുമ്പോൾ നമുക്കൊരു അനുഭവമുള്ളൂ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞല്ലോ, ആ അനുഭവം തന്നെ നമ്മൾ പങ്കുവെക്കാം. ഞാൻ സത്യത്തിൽ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, നമുക്ക് കൂടുതൽ പിന്നെ ഈ ഇൻകംസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ മദ്ഹുവിൻ്റെ ഫീൽഡിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല യോജിച്ചൊരു ആളെ എങ്ങനെ വരും എന്നൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ആ സമയത്ത് ഉംറക്ക് പോവുകയും വിശുദ്ധ കഅബയുടെ മുന്നിൽ പോയി നല്ല ഒരു ഇണയെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അൽഹംദുലില്ലാ അത് കഴിഞ്ഞ് ഉംറ കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ തന്നെ നല്ലൊരു ആലോചന വരികയും അത് റെഡിയാവുകയൊക്കെ ചെയ്തതാണ്. അൽഹംദുലില്ലാ അങ്ങനെ തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നല്ല നമുക്ക് അള്ളാഹു കണക്കാക്കിയ ഒരു ഇണ എവിടെയാണോ അത് എന്നിലേക്ക് അടുപ്പിച്ച് തരണേ എന്ന് ദുആ ചെയ്ത് അതിനുവേണ്ടി
നമ്മൾ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തത്. ഏത് ആഗ്രഹവും നമ്മൾ അതിലേക്ക് ഇറങ്ങിയാൽ പൂർത്തിയാകാത്ത ആഗ്രഹങ്ങളുണ്ടോ? നിങ്ങൾ പറഞ്ഞു. ഇല്ലല്ല, ഷുവർ. നമ്മളെ തവക്കുലിനും നമ്മളെ ആഗ്രഹത്തിൻ്റെയും. ഞാൻ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, മെൽ ഇസ്ലാമിക് അക്കാഡമിയിൽ ഞാൻ ആദ്യം സാർ എന്നെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ, ഇതെന്നെ രണ്ടാമത്തെ തവണയല്ലേ? രണ്ടാം പ്രാവശ്യമാണ് സാർ. അതെ, ഫസ്റ്റ് ടൈം ഞാൻ വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിതിൽ എന്താ പറയുക, ശരി വെച്ചതൊക്കെ പറയില്ല, ആ രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഒരു ഓൺലൈൻ മദ്രസ എങ്ങനെയായിരിക്കണം എന്ന് ശരിക്കും അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. പല ഓൺലൈൻ മദ്രസകളും നമുക്കറിയാം, പക്ഷെ നല്ല ഫെസിലിറ്റിയോട് കൂടി വരുന്ന ആളുകൾക്ക് തന്നെ ഒരു എനർജി കിട്ടുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞ പോലെ സാറിന്റെ ഒരു ഡ്രീം ആയിരിക്കും ചിലപ്പോ ആ ഒരു ഓൺലൈൻ മദ്രസ. സാറ് ഇറങ്ങി വന്നപ്പോ അത് നല്ല റാഹത്തായിട്ട് പഠിച്ചാൽ ചെയ്തു. അല്ല, നമ്മുടെ സ്വപ്നവും പിന്നെ അതുപോലെ തന്നെ നമ്മളെ നീയത്ത് എത്രത്തോളം നന്നാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകും, മരിച്ചു പോകും. പിന്നെ നമുക്ക് ബാക്കിയാകുന്നത് ഇപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച് വരുന്നതാണ് പിന്നെ സ്വാലിഹായ അമൽ സ്വാലിഹാത്ത് എന്നുള്ളത്. അപ്പോൾ ജീവിക്കുമ്പോൾ നല്ലത് എന്തെങ്കിലും സമൂഹത്തിന് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മളെന്നും ഓർക്കപ്പെടും. ഇത്രയും കുട്ടികൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വലിയൊരു അസറ്റ്, നാളെ ആഖിറത്തിലേക്കുള്ള വലിയൊരു അസറ്റ് കൂടിയാണത്. എത്ര ചിന്തിച്ചാലും നമ്മുടെ മദ്രസ ആ സമയത്ത് ഓണാണ്, ഈവനിങ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ഇത്രയും കുട്ടികൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കണം. ഏകദേശം 5000-ഓളം അഡ്മിഷൻസ് ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സുഖമുണ്ട്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. നാസിഫിൻ്റെ പാട്ട് എല്ലാവർക്കും സുപരിചിതമാണ്. ഖിറാഅത്തിൽ നാസിഫ് ഖുർആൻ ഓതുന്ന ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പാട്ട് പാടുന്ന ആളുകളൊക്കെ കാര്യവും കൂടി ആകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ ഖുർആൻ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും കുറച്ച് ആയത്തുകൾ നമുക്ക് വേണ്ടി ഓതുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമായിരുന്നു. എനിക്ക് മദ്രസയിൽ നിന്ന് പഠിച്ചൊരു എനിക്ക് വലിയൊരു അത്ഭുതമാണ് കേട്ടോ. നിങ്ങൾക്കറിയാം, മദ്രസയിൽ നിന്ന് സത്യത്തിൽ നമ്മുടെ മദ്രസ പഠനം മതി ഒരു മുഅ്മിനായ ആൾക്ക് നന്നായിട്ട് ജീവിക്കാൻ. അതെ, മദ്രസയിൽ ശരിക്കും പഠിക്കണം. ചെറുപ്പം മുതൽ നമ്മുടെ പാരൻസൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, ഒരുപാട് ആളുകൾ വഴി എന്താ പറയുക 5ലും 6ലൊക്കെ ആയിട്ട് നിർത്തി പോകുന്നുണ്ട്. പക്ഷെ ഒരു ചുരുങ്ങിയത് ഒരു +1 +2 വരെയെങ്കിലും പഠിച്ചാൽ നമ്മളെ കുട്ടികൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് വേറെ, മദ്രസയിൽ പഠിക്കുന്നത് വേറെയാണല്ലോ. ഇപ്പോൾ ഒരുപാട് ആളുകൾ മദ്രസയെ കുറിച്ചിട്ട് കുറ്റം പറയുന്നു, മദ്രസ അധ്യാപകരെ ഉസ്താദുമാരെ കുറിച്ച് കുറ്റം പറയുന്നു. ഈ കുറ്റം പറയുന്നത് ചിലപ്പോൾ ഉണ്ടാകാം, അങ്ങനെ ഇല്ലാത്ത ഏത് മേഖലയാണുള്ളത്, അങ്ങനെ ഉണ്ടാകാം. പക്ഷെ അതിൽ നിന്ന് ഒരു 5% ഇങ്ങനെ ആളുകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എത്ര നല്ല നല്ല ഉസ്താദുമാർ, അറിവുള്ള അല്ല ജെന്യൂനായിട്ട് നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒരു ശിക്ഷണത്തിൽ വളരാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഒരു നാട്ടിൻ പുറത്ത് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആ കുട്ടിയുടെ ഒരു ഉന്നമനത്തിനുള്ളൊരു. അല്ല, നാസിഫിൻ്റെ ഒരു ലൈഫ് വരച്ച് കാണിക്കുന്നുണ്ട് ആ ഒരു സംഭവം. ഞാൻ പലപ്പോഴും നമ്മൾ 1-2 വർഷമായി നമ്മൾ തമ്മിലുള്ള കണക്ഷൻ തുടങ്ങിയിട്ട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, പരിചയപ്പെടുന്ന ആരെങ്കിലുമൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ നിങ്ങളെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഒക്കെ ചിലപ്പോൾ സംസാരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പം ഇന്ന് നിസ്കാരത്തിന് നാസിഫ് ഇമാമെന്നു, സത്യത്തിൽ +2 വരെ അല്ലെങ്കിൽ +1 വരെയുള്ള നമ്മുടെ മദ്രസ പഠനം കിട്ടിയാൽ മതി നന്നായിട്ട് ഇമാമത്ത് നിൽക്കാനും. നമ്മുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാലും ഇതിനെ പറ്റിയൊന്നും ആരും ചിന്തിക്കുന്നില്ല. നമ്മൾ നമ്മുടെ അമലുകൾ ചെയ്യാൻ തന്നെ അതിന് ലാഘവം കാണിക്കുന്നു, ശ്രദ്ധിക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ളൊരു ബോധേടാകാത്തതുകൊണ്ടാണ്, നമുക്ക് അതിനെക്കുറിച്ച് ചെറുപ്പത്തിൽ അറിവ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനുള്ള വഴികൾ പാരൻസ് ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മദ്രസ വിദ്യാഭ്യാസത്തിനിപ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള മദ്രസ വിദ്യാഭ്യാസം അത് കഴിയാത്തവർക്ക് നമ്മുടെ ഓൺലൈനായിട്ടുള്ള ധാരാളം മദ്രസകളിൽ ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ഓൺലൈൻ മദ്രസേൻ്റെ ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും കുട്ടികൾക്ക് മതപരമായ ഇൽമ കിട്ടട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടാണ്, അല്ലാതെ മറ്റൊരു ഉദ്ദേശവും നമ്മൾ അതിലില്ലല്ലോ. നാസിഫ് വലിയ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. കാരണം
മദ്രസയിൽ മാത്രം പഠിച്ചിട്ട് ഒരു ദർസിലോ അറബി കോളേജിലോ ഒന്നും പഠിക്കാതെ അപൂർവങ്ങളിൽ ആയിട്ട് തൗഫീക്ക് ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ മദ്രസ പഠനം എത്രത്തോളം നിങ്ങളെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്? മദ്രസയിൽ ഒരു കുട്ടി പഠിക്കുമ്പോൾ ശരിക്കും അച്ചടക്കം, ഇപ്പോൾ ഈ അടുത്തൊരു ഉസ്താദ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ആയി. ഉസ്താദുമാർ അടിക്കുന്നത് ശരിക്കും ആ കുട്ടി അച്ചടക്കം ലംഘനം കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും മദ്രസയിൽ നിന്ന് കിട്ടുന്ന ഒരു അദബ് അത് നമുക്ക് മറ്റെവിടെയും കിട്ടൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, നമ്മളൊക്കെ കോളേജുകളിലേക്ക് വരുന്നതിൻ്റെ മുമ്പും പ്രാഥമിക പഠനം എന്തൊക്കെ പറഞ്ഞാലും മദ്രസയിൽ നിന്നാണ്. 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും ഒക്കെ നമ്മൾ പഠിച്ചു വരുന്നത് മദ്രസയിൽ നിന്ന് തന്നെയാണ്. ഉസ്താദ് നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഖുർആനത്തിനെ കുറിച്ച്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മദ്രസയിൽ നിന്ന് യാസീൻ നമ്മളൊക്കെ കാണാതെ പഠിക്കുന്ന ഒരു രംഗം. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച ഒരു യാസീൻ ഓതുന്നൊരു കുട്ടി അത് എന്നും തുടർച്ചയായി ഓതിക്കഴിഞ്ഞാൽ അയാളുടെ ജീവിതകാലം മുഴുവൻ അത് എങ്ങനെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അതിൽ സംശയമില്ല. ഇപ്പോൾ റമദാൻ 27-ാം രാവിൻ്റെ പവിത്രത എന്താണ് എന്ന് നമുക്ക് ചിലപ്പോൾ വാഴകളിൽ കേൾക്കുമായിരിക്കും, പക്ഷേ മദ്രസകളിൽ നിന്ന് അത് ശരിക്കും അനുഭവിച്ചൊരു കുട്ടി ഒരിക്കലും ഒരു തേരാ മിസ്സാക്കൂല. ആ ഒരു ഓർമ്മയിൽ അങ്ങനെ ചെയ്ത് വരും എന്നുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ 27 പാഴാക്കാതെ പള്ളിയിൽ തന്നെ ചിലവഴിക്കുള്ളൂ. അങ്ങനെ തുടങ്ങി ധാരാളം. ഇപ്പോൾ നമ്മളൊരാൾ മരണപ്പെട്ടാൽ എങ്ങനെ മയ്യത്ത് നിസ്കരിക്കണം എന്ന് പോലും തൊട്ടടുത്ത ചങ്കായ സുഹൃത്ത് മരണപ്പെടുമ്പോൾ അയാൾക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യും? മയ്യത്ത് നിസ്കാരം കൂടി ശരിക്കും അറിയില്ലെങ്കിൽ അവന് ശരിക്ക് പിന്നെ ഒരു അശക്തനായ ഒരു ആളെ പോലെ നിൽക്കേണ്ടി വരും. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ശരിക്ക് മദ്രസകൾ. പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, ഞാൻ മദ്രസ പഠിക്കുന്ന സമയത്ത് സുബഹി കഴിഞ്ഞ മദ്രസ ഉണ്ടാകാം, ഒരു 7 മണി 8 മണിയുടെ ഇടയിലായാൽ ഉസ്താദ് പറയും പോയിട്ട് ദുഹാ നിസ്കരിക്കാൻ. പഠിപ്പിക്കുകയാണ് ഉസ്താദ്മാർ, പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുക. ആ ദുഹാ നിസ്കാരം ഉസ്താദ് അപ്പോൾ ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ശരിക്കും പിന്നെ നമുക്കിപ്പോഴും അത് ഓർമ്മയിലുള്ളത്. അങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ. മദ്രസ പഠനം എന്ന് പറയുന്നത് ഏതൊരു വിദ്യാർത്ഥിക്കും വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാധനം തന്നെയാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഓൺലൈൻ മദ്രസ നാസിഫ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. 1-2 പ്രാവശ്യം നമ്മുടെ മദ്രസയിൽ വന്നിട്ടുണ്ട്, പ്രോഗ്രാമുമായിട്ട് വന്നിട്ടുണ്ട്. മദ്രസ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്, നിലവിൽ ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഒരുപാട് മദ്രസകളുണ്ട്, ഫിസിക്കലായിട്ട് മദ്രസയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾ, ഇപ്പോൾ ഫിസിക്കലായിട്ട് മദ്രസയിൽ പോകാൻ പറ്റാത്ത ആളുകളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഓൺലൈൻ മദ്രസ എന്നുള്ളത്. ഇപ്പോൾ സ്കൂളിംഗ് കൊണ്ട് മദ്രസ ചിലപ്പോൾ മിസ്സാകുന്നുണ്ടാകും, അല്ലെങ്കിൽ വിദേശത്ത് പല പാരൻസിൻ്റെയും ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇത്തരം ആളുകളൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അനുഭവിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ നാസിഫിന് പറയാനുള്ളത് എന്തൊക്കെയാണ്? നാസിഫ് അവിടെ വന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫാക്കൽറ്റീസ് ഉസ്താദുമാരുമായിട്ട് പിന്നെ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു ആദ്യം വന്ന സമയത്ത് ക്ലാസ് എടുക്കുന്ന ഒരു രംഗം ക്യാബിനിൽ കയറി ഞാൻ കണ്ടിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആകുന്ന രൂപത്തിൽ കുട്ടികൾ അതിൽ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അത്രയും നല്ല കുട്ടികളോട് ഇഴകിച്ചേർന്ന് അവർ നമ്മളെ ക്ലാസ്സിൽ മുന്നിലിരിക്കും പോലെ തന്നെയാണ് ശരിക്കും മെല്ലിൽ ക്ലാസ് എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനുള്ളൊരു റിസൾട്ട് ഉണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ അഡ്മിഷൻസ് ഇങ്ങനെ കൂടി വരുന്നു, ഒരുപാട് പുതിയ ഉസ്താദുമാർ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ആശംസിക്കുന്നു. മെല്ലിൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് കയറി എന്ന് പറഞ്ഞല്ലോ, ആ സമയത്ത് അവിടെ മെൻറ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 11 മണി മുതൽ മെൻറ്ററിങ്ങിനായിട്ടൊരു സെഷൻ ഉണ്ട്. അതെ, മോർണിംഗ് 11 to 2 മണി വരെ മെൻറ്ററിങ് മാത്രമാണ്. തലേന്ന് ക്ലാസ് എടുത്ത സ്റ്റുഡൻസിനെ മെൻറ്ററിങ് ചെയ്യാണ്. അതുപോലെ വേറൊരു വന്ന സമയത്ത് എക്സാമുകൾ നടക്കുകയാണ്. അതെ. അപ്പോൾ അങ്ങനെ തുടങ്ങി മെല്ലെ തികച്ചും വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒരിക്കൽ
ഓസ്ട്രേലിയയിൽ എങ്ങനെയുള്ള വിദ്യാർത്ഥി മദ്രസ പഠനം നടത്തുന്നുണ്ട് എന്ന് പറയുണ്ടായി. അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അവിടെയുള്ള ഒരു കുട്ടിക്ക് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കാൻ കഴിയുക, അതും അവരിഷ്ടപ്പെടുന്ന അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കൃത്യമായ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. വലിയൊരു ടീമാണ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉള്ള ഉസ്താദുമാര് കൂടെ നിന്നിട്ട് തന്നെ അവർക്ക് ഇതല്ലാതെ വേറെ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. വളരെ ആത്മാർത്ഥമായിട്ട്. ഞാൻ അന്ന് വന്നപ്പോ തന്നെ എല്ലാവരായിട്ടും ഞാൻ സംസാരിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്, ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നവരാണ്. ജോബ് എന്നതിന്റെ അപ്പുറത്തേക്ക് ടീച്ചിങ് പാഷനായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ജോയിൻ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം പൈസ കണ്ടുവരുന്ന സാലറി കണ്ടുവരുന്ന പോലെ ചിലപ്പോൾ അട്രാക്റ്റീവ് സാലറി ആയിരിക്കും. പക്ഷെ ടീച്ചിങ് പാഷനായിട്ടില്ലെങ്കിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളും കുടുങ്ങും, പാരൻസും കുടുങ്ങും, നമ്മളും കുടുങ്ങും വരെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് തന്നെ ആദ്യം പ്രിഫർ ചെയ്യുക ടീച്ചിങ്ങിന് ആൾ യോഗ്യനാണോ എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരണം. നെല്ലിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ്. ഏതായാലും വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു വറഹ്മത്തുള്ളാഹി.